പ്രതിഷ്ഠാ ദിനത്തിൽ ശബരീശനെ വണങ്ങി ഭക്ത സഹസ്രങ്ങൾ. ഈ ദിനം ഭഗവാനെ തൊഴാൻ കഴിയുന്നത് ഏറെ പുണ്യമെന്ന് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. അതിനാൽ അന്യദേശങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ഭഗവാനെ ദർശിക്കാൻ എത്തുന്നത് എന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ശബരിമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് പ്രതിഷ്ഠാ ദിനമാണ്. ഇടവമാസത്തിലെ അത്തം ദിനത്തിലാണ് ഈ പ്രതിഷ്ഠാ ദിനം നടക്കുക. എന്തായാലും പ്രതിഷ്ഠാ ദിന വിശേഷങ്ങളുമായി മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നമുക്കൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ? എങ്ങനെയാണ്? ശരണം അയ്യപ്പ. നമ്മുടെ ദേവൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനമാണ്. അതുപോലെ ഉത്സവകാലം, മറ്റ് മണ്ഡലകാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും വിശേഷാലായിട്ട് നമ്മൾ ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് പ്രതിഷ്ഠാ ദിനം. ഭഗവാന് വിശേഷാൽ പൂജകളെ കൊണ്ടും അഭിഷേകങ്ങളെ കൊണ്ടും നാളെ ഭഗവാന് പ്രത്യേക പൂജകളൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാ മനുഷ്യരിലും എത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വിശേഷ ദിവസം ഇവിടെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ ദർശിക്കാനും അവിടുത്തെ അനുഗ്രഹിക്കാനും ഒക്കെ കിട്ടിയത് എല്ലാവർക്കും വളരെ ഒരു അനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്നത്തെ ഒരു ദിവസം ഭഗവാന് മുന്നിലേക്ക് എത്തുക എന്നത് ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ്. അന്യ സംസ്ഥാനങ്ങളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു തിരക്ക് നമുക്കിവിടെ ദർശിക്കാനാകുന്നില്ല. തീർച്ചയായും ഈ പ്രതിഷ്ഠാ ദിനോത്സവം എന്ന് പറയുന്നത് ഭഗവാന്റെ എല്ലാവരും വന്ന് ദർശിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾക്ക് പ്രകൃതിയുടെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഒരല്പം ആൾക്കാരൊക്കെ കുറയുന്നുണ്ട്. എന്നാലും അതൊന്നും വകവെക്കാതെ എല്ലാവരും ഭഗവത് ദർശനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. സ്വാമി ശരണം. തീർച്ചയായും ഇന്നലെ നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം.